ഉമ്മച്ചിൻ്റെ സ്പെഷ്യൽ ഇറച്ചിച്ചോറ് തയ്യാറാക്കാം. പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 3 പട്ട, ഒരു 4 ഏലക്കായ് പൊടിച്ചത്, കുറച്ച് ഗ്രാമ്പു, ഇത് 3ഉം കൂടി ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്നതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. വലിയ സവാള ആണെങ്കിൽ പകുതി എടുത്താൽ മതി. ഞാൻ ചെറുതായതുകൊണ്ടാണ് മുഴുവനായിട്ട് എടുത്തത്. അത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഓവറായിട്ട് ചോപ്പായി പോകരുത്, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അത് വാടി വന്നതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1 കിലോ അരി എടുത്തിട്ടാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ 1 കിലോ കണക്കിനുള്ള ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1.5 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ചോറിന് നല്ലൊരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മഞ്ഞ കളർ വന്നു കഴിഞ്ഞാൽ ചോറ് കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. നമ്മൾ കറി വെക്കുന്ന സമയത്ത് കറിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഈ ചോറിൽ മാത്രമേ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുള്ളൂ. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അത് ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തവി കൊണ്ട് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് വെള്ളത്തിൽ കലങ്ങി വരുന്ന രൂപത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളം തിളച്ച് വരുമ്പം അരി ഇട്ട് കൊടുക്കാം. ഞാൻ അരി ഇടുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി, എനിക്ക് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ചോറ് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരണം. ഞാനിവിടെ എടുത്തത് ജോക്കർ കോല അരിയാണ്. അതാവുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് വിട്ട് കിടക്കും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. അത് ചോറ് അതിന് ശേഷം മാറ്റി വെച്ച് നമുക്കൊരു കുക്കർ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഓയിൽ ഒഴിച്ച് നമ്മൾ വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആക്കുമ്പോൾ. ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം. വലുതാണെങ്കിൽ 2 മതി. അത് നന്നായിട്ട് വാട്ടിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിടുന്ന ആ ഒരു ഭാഗം ഇതൊന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 4 പച്ചമുളക് ചതച്ചത്, ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടേ ഉള്ളൂ. 4 പച്ചമുളക് അരിഞ്ഞിട്ടല്ല ചതച്ചിട്ടാണ് ഇടുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലേക്ക് നിങ്ങൾക്ക് എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ നിങ്ങളൊരു 5ഓ 6ഓ പച്ചമുളക് എടുക്കുക. ഞാനത് എരിവുള്ളത് കൊണ്ടാണ് ഞാൻ 4 മാത്രം എടുത്തത്. അതിലേക്ക് നമുക്കൊരു വലിയ 3 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരണം. ആ നന്നായിട്ട് വാടി വരുന്ന സമയത്താണ് കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക. നമ്മൾ ഈ എല്ലാം ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ ഇട്ട് ബീഫൊക്കെ ഇടുമ്പോൾ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടാവില്ല. നന്നായിട്ട് വാടി വരുന്ന സമയത്തൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതിന് ശേഷം നമുക്കതിലേക്ക് 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് കുരുമുളക് പൊടി, അതിൻ്റെ ശേഷം നമ്മൾ ഇടുന്നത് ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള പൊടികളാണ് ഇടുന്നത്. 2.5 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത പൊടിയാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളത് വറുത്തിട്ട് ഇടുമ്പോൾ നമ്മൾ നോർമൽ ഇടുന്നതിനേക്കാളും നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിട്ടതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഞാനിവിടെ നെയ്യും എല്ലും കൂടി മിക്സ് ആയിട്ടുള്ള ബീഫാണ് ഇടുന്നത്. അതാവുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലും നെയ്യും കൂടി മിക്സായിട്ട് തന്നെയുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പൊടികളൊക്കെ ഒന്ന് ബീഫിൽ പിടിക്കുന്ന രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ലാസ്റ്റാണ് മല്ലിച്ചപ്പും കരിവേപ്പും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൽ വെള്ളം യൂസ് ചെയ്യുന്നില്ല, കാരണം ബീഫിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. നമുക്ക് കറി കുറച്ചൊരു ഓവർ ഗ്രേവി ഇല്ലാതെ ഒരു വരട്ടി രൂപത്തിലാണ് കറി ഇട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ
വെള്ളം ചേർക്കുന്നേ ഇല്ല, ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മാത്രം അതിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ കുക്കർ മൂടി ഒരു 5 വിസിൽ വന്ന് എല്ലാ എയറും പോയതിന് ശേഷം മാത്രമാണ് കുക്കർ ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾ കുക്കറിൻ്റെ വേവ് പോലെ വിസിൽ വരുത്താം. എനിക്കിവിടെ 5 വിസിലാകുമ്പോഴത്തേനും ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ഒരു ഗ്രേവി അത് കറക്റ്റ് നമ്മൾ വരട്ടി വെച്ചതുപോലെ ഉണ്ടാവും. വെള്ളമായി കഴിഞ്ഞാൽ നമ്മളെ ചോറ് വെള്ളം പോലെ കിടക്കും. അപ്പോൾ നന്നായിട്ട് വരട്ടി എടുക്കുക തന്നെ ചെയ്യാം. അത് ചോറിലേക്ക് ഇട്ടിട്ട് ചോറ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചോറ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ബീഫിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ചോറിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ കറിയൊക്കെ നന്നായിട്ട് ചോറിലേക്ക് മിക്സായി വന്നതെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് അമർത്തി വെക്കാം ചോറ്. കാരണം നമ്മൾ ദമ്മിടുന്ന മാതിരി ഒരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോറൊന്ന് ടൈറ്റാക്കി വെച്ചിട്ട് ടൈറ്റാക്കി ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരുപാടൊന്നും ഇടേണ്ട, കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടും ചോറിന്. അതിനാണ് നമ്മൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കും. മല്ലിച്ചപ്പ് ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിച്ചോറ് തയ്യാറാണ്.